നമസ്കാരം. ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലായി രണ്ട് ജനശ്രദ്ധയാകർഷിച്ച വിധി പ്രസ്താവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒന്ന്, കേരളത്തിൻ്റെ തെക്കേയറ്റമായ പാറശാല, നെയ്യാറ്റിൻകരയിലെ പാറശാലയിൽ ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരനെ വധവുമായി ബന്ധപ്പെട്ട അതിലെ പ്രതിയായ ഗ്രീഷ്മ രാജ്. മറ്റൊന്ന്, ആർജിക്കർ, ബംഗാളിലെ കൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ ഒരു PG ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതി സഞ്ജയ് റോയ്. ഇങ്ങനെ രണ്ട് പ്രതികളുടെ കേസിലാണ് ഇന്നലെ കോടതി വിധി പ്രസ്താവിച്ചത്. ഇതിൽ രണ്ടിലും ഇടപെട്ടത് രണ്ട് സ്ത്രീകളാണ് എന്നതുകൊണ്ട് തന്നെ ഒന്നിൽ ഇരയായിട്ടും മറ്റൊന്നിൽ വേട്ടക്കാരൻ്റെ സ്ഥാനത്തും രണ്ട് സ്ത്രീകൾ കടന്നു വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് വിധി പ്രസ്താവങ്ങളും വളരെ അധികം ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. ഈ ഷാരോൺ വധക്കേസിൽ ഷാരോണിൻ്റെ കാമുകിയായ ഗ്രീഷ്മയാണ് അതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് വന്നത്. അതായത് പ്രണയപൂർവ്വം വർഷങ്ങളോളം പ്രണയിച്ച് ഈ ഷാരോണിനെ ഒരു വേള ഒഴിവാക്കുന്നതിന് വേണ്ടി കഷായത്തിൽ വിഷം കൊടുത്തു കൊന്നു എന്നുള്ളതായിരുന്നു ഈ ഗ്രീഷ്മയുടെ പേരിൽ ചുമത്തപ്പെട്ട കുറ്റം. അതായത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഷാരോൺ ഈ ഗ്രീഷ്മയെ വല്ലാതെ സ്നേഹിക്കുകയും സ്നേഹമെന്ന വികാരം തലയ്ക്ക് പിടിച്ച് ഒരിക്കൽ പോലും ഈ പ്രതിസ്ഥാനത്തുള്ള തൻ്റെ കാമുകിയുടെ പേര് പരാമർശിക്കാതെയാണ് ഈ ഷാരോൺ രാജ് അവസാന നിമിഷവും കടന്നുപോയത്. ഈ കഷായത്തിൽ വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലാനുള്ള പ്രധാന കാരണം തനിക്ക് മറ്റൊരു ബന്ധമുണ്ടാകും, മികച്ച രീതിയിലുള്ള മറ്റൊരു വിവാഹം ഉണ്ടാകുമ്പോൾ ഷാരോൺ അതിന് തടസ്സമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പലവട്ടം ഗ്രീഷ്മ ഷാരോണിനെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാന നിമിഷവും ഷാരോൺ ആ സ്നേഹബന്ധത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അന്ധമായ സ്നേഹം കാരണം ഗ്രീഷ്മയോട് വിടപറഞ്ഞ് പോകാനുള്ള ഒരു മനസ്സ് ഷാരോണിനുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന വസ്തുതയായി കണക്കാക്കേണ്ടത്. എന്നാൽ ഗ്രീഷ്മ കണ്ടത് മറ്റൊന്നായിരുന്നു. പ്രണയം നടിച്ച് അവസാന നിമിഷവും തന്നെ ഷാരോണിനെ ലൈംഗിക ബന്ധത്തിനായി തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊല്ലുകയുമാണ് ഉണ്ടായത്. 11 ദിവസത്തോളം ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളും അസ്തമിച്ച് എല്ലാ അവയവങ്ങളും ദ്രവിച്ച അവസ്ഥയിലും ആശുപത്രിയിൽ കിടന്നപ്പോഴും ഗ്രീഷ്മയെ ഒറ്റുകൊടുക്കുവാനോ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു വാക്ക് ഉരിയാടുവാനോ ഷാരോൺ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. അതായത് ഗ്രീഷ്മ കൊന്നത് ഷാരോൺ എന്ന യുവാവിനെ മാത്രമായിരുന്നില്ല, സ്നേഹം എന്ന മൃദുലമായ വികാരത്തെ ആയിരുന്നു കൊന്നത് എന്നാണ് വിധി പ്രസ്താവത്തിൽ ഈ ജഡ്ജ് വിധി പ്രസ്താവിക്കുന്നതിനിടയിൽ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണ് ഇത് എന്ന് കണ്ടു തന്നെ വധശിക്ഷയ്ക്ക് തൂക്കുകയറിനാണ് ഈ ജഡ്ജി വിധിച്ചിരിക്കുന്നത്. എന്നാൽ ആർജിക്കർ ഹോസ്പിറ്റലിൽ, അതായത് കൽക്കത്തയിലെ ആർജിക്കർ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് മയങ്ങിക്കിടക്കുകയായിരുന്ന ജൂനിയർ ഡോക്ടറെയാണ് ഈ സഞ്ജയ് റോയ് എന്ന യുവാവ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നത്. അത് അത്യപൂർവമായ കേസ് അല്ല എന്നതുകൊണ്ട് തന്നെ ആ പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം എന്ന ശിക്ഷയാണ് ജഡ്ജി വിധിച്ചത്. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രസക്തമായ ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗ്രീഷ്മയ്ക്ക് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണ് ഇത് എന്ന് ജഡ്ജി വിധിയിരുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ നിയമരംഗത്തെ പല വിദഗ്ധരും ചോദിക്കുന്നത്. ജസ്റ്റിസ് കെമാൽ പാഷ അടക്കമുള്ള നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരിക്കലും അപൂർവമായ ഒരു കേസല്ല. പ്രധാന കാരണം ഇതിൽ അകപ്പെട്ടിരിക്കുന്നത് ഒരു 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയാണ്. ഒരാളെ കൊലപാതകം നടത്തുക എന്നത് അത്യപൂർവമായ കേസ് ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മരണക്കയറിലേക്ക് പോകാൻ തക്ക രീതിയിലുള്ള കുറ്റമൊന്നും ഗ്രീഷ്മ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിയമപാലകർ അല്ലെങ്കിൽ നിയമവിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആകെ ഈ സ്വാതന്ത്ര്യ അനന്തരം ഒരേ ഒരു തൂക്കുകയർ ശിക്ഷ മാത്രമാണ് വിധിച്ചിട്ടുള്ളത്. അത് തൻ്റെ ഭർത്താവിന് 3 കാമുകിമാരുള്ള ഒരവസ്ഥയിലെത്തിയ ഒരു സ്ത്രീ 3 പേരെയും വിഷം കൊടുത്തു കൊന്നു എന്നതിൻ്റെ പേരിലുള്ള ഒരു കേസാണ് കേരളത്തിൽ അങ്ങനെ സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ കേസായി പരിഗണിക്കുന്ന തൂക്കുകയറിന് വിധിക്കപ്പെട്ടതായി കണക്കാക്കുന്നത്. എന്നാൽ അതിനുശേഷം ഒരു കേസും ഇത്തരത്തിലേക്ക് വന്നിട്ടില്ല. മറ്റൊന്ന്, ഒരു മാനുഷിക പരിഗണന, സ്ത്രീ എന്ന മാനുഷിക പരിഗണന കൊടുക്കണമെന്നും ഈ 24 വയസ്സുള്ള കുട്ടിക്ക് ഈ ജീവിതം ഇനിയും ബാക്കിയുണ്ട് എന്നും അവർക്ക് തെറ്റുതിരുത്താനുള്ള ഒരവസരം കൂടി നൽകണമെന്നുമൊക്കെയാണ്
തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് വരുമ്പോൾ സെഷൻ കോർട്ടിലെ ഒരു വിധി അന്തിമ വിധി ആയിരിക്കില്ല എന്നും ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഇതിന് മറ്റൊരു മാനം കൈവരും എന്നുമൊക്കെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ തൂക്കുകയർ എന്നുള്ളത് ജീവപര്യന്തം തടവ് വരെയെങ്കിലും കുറയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നും ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് ഗ്രീഷ്മയ്ക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുമൊക്കെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കൊൽക്കത്തയിലെ കേസിന് മറ്റൊരു മാനമാണ്. കാരണം ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് മയങ്ങുകയായിരുന്ന ഡോക്ടറെ ഡ്യൂട്ടി സമയത്ത് മൃഗീയമായി കൊലപ്പെടുത്തിയ ആൾക്ക് തൂക്കുകയറിനെ വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാർ ഭയങ്കര ശക്തമായ രൂക്ഷമായ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പോലും ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഈ പ്രതിക്ക് തൂക്കുകയറിനപ്പുറത്തേക്ക് ഒരു ശിക്ഷ കൊടുക്കാനില്ല, അപ്പോൾ അത് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതികരണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് കേസുകളിലും വിമർശനം വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കേണ്ടായിരുന്നു എന്നും, എന്നാൽ ഈ RJ-കർ ഹോസ്പിറ്റലിലെ ജൂനിയർ ഡോക്ടറെ മൃഗീയമായി കൊന്ന പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞ് യാതൊരു ശിക്ഷയും അർഹിക്കുന്നില്ല എന്നുമുള്ള രണ്ട് വാദങ്ങൾ മുന്നോട്ട് വരികയാണ്. ഇതിലേതൊക്കെ മുന്നോട്ട് മേൽക്കോടതിയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ കേസുകളിൽ ആരൊക്കെ എങ്ങനെയൊക്കെ വരുമെന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്.